ഡാർക്ക്നെറ്റ് ലഹരി കടത്തിലൂടെ എഡിസൺ സമ്പാദിച്ചത് കോടികൾ. 10 കോടി രൂപയിലേറെയാണ് ലഹരി കച്ചവടത്തിലൂടെ എഡിസൺ സമ്പാദിച്ചത്. അന്വേഷണ സംഘം കണ്ടെത്തിയ എഡിസന്റെ ലഹരി ഇടപാടിന്റെ വിശദാംശങ്ങൾ 24-ന് ലഭിച്ചു. 24 ബിഗ് ബ്രേക്കിംഗ്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, ഇതൊരു വല്ലാത്ത കേസാണ്. അതിൽ അന്വേഷണ സംഘത്തിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്? ലഭ്യമാകുന്ന വിവരങ്ങൾ ഏത് തരത്തിലാണ്? എത്രത്തോളം തെളിവ് ശേഖരണത്തിലേക്ക് കൂടുതൽ പേരുടെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള നിഗമനങ്ങളിലേക്കൊക്കെ പോലീസ് NCB ഘട്ടത്തിലെത്തുന്നുണ്ട്? ശ്യാംകുമാർ. റിജിത്ത, ക്രിസ്റ്റീന, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് NCB വളരെ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. അതിൽ ശേഖരിച്ച തെളിവുകളും നിർണായകമാണ്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ എഡിസൺ അറസ്റ്റിലായപ്പോൾ ഡൽഹിയിൽ നിന്നും 2 പേരെ കൂടി ഇത്തരത്തിൽ എഡിസനെ പോലെ തന്നെ ലഹരി കച്ചവടം ചെയ്ത 2 പേരെ കൂടി അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. രാജ്യവ്യാപകമായി തന്നെ ഒരേ സമയം അന്വേഷണവുമായി NCB മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എഡിസൺ നടത്തിയ ചില ഇടപാടുകളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലഹരി കച്ചവടത്തിലൂടെ ഇയാൾ 10 കോടി രൂപയിലേറെയാണ് കഴിഞ്ഞ 2 വർഷം കൊണ്ട് സമ്പാദിച്ചത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ പണം ഉപയോഗിച്ച് പല രീതിയിൽ പുതിയ സമ്പത്തുകൾ ആർജിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നു എന്ന് NCB കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ വീടിനടുത്ത് തന്നെ മൂവാറ്റുപുഴയിൽ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നുണ്ട്. അതിലേക്ക് ഈ പണം എത്തിയിട്ടുണ്ടോ എന്നത് NCB പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ എഡിസൺ 6000-ലേറെ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിൽ അറസ്റ്റിലായ അരുൺ തോമസ് എന്ന് പറഞ്ഞ ആൾക്ക് കേസിൽ നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. എഡിസന് വേണ്ടി വിദേശത്തു നിന്ന് വരുന്ന ലഹരി വസ്തുക്കൾ നേരിട്ട് കൈപ്പറ്റുകയും അത് മറ്റുള്ളവർക്ക് വേണ്ടി അയക്കുകയും ഒക്കെ ചെയ്തിരുന്നത് അരുൺ തോമസ് ആണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ 4 പേരെയും കേസിൽ അറസ്റ്റിലായ 4 പേരെയും തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. ഈ എഡിസൺ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഇയാൾ അമേരിക്കയിൽ കുറച്ചുനാൾ ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഡാർക്ക് നെറ്റിലൂടെയുള്ള ലഹരി കച്ചവടത്തിന് വേണ്ട സഹായങ്ങളും ഒരുക്കങ്ങളും ഒക്കെ തുടങ്ങിയിരുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. എഡിസന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വിശദമായ ഡാറ്റ പരിശോധന നടന്നു വരികയാണ്. ഈ പരിശോധന പൂർത്തീകരിക്കുന്നതോടെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷ കൂടിയാണ് NCB സംഘം പങ്കുവെക്കുന്നത്. ഏതായാലും കേരളത്തിൽ തന്നെ ലഹരി കച്ചവടത്തിലൂടെ ഒരാൾ 10 കോടി രൂപയിലേറെ സമ്പാദിച്ചു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വിവരം കൂടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ശ്യാമ, അത് മാത്രമല്ല ഇയാളോടൊപ്പം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഡിയോൾ, അരുൺ തുടങ്ങിയ വ്യക്തികളുമായി ബന്ധപ്പെട്ട കേസുകളുമുണ്ടല്ലോ. അപ്പോൾ ഇത് ഒരാളിൽ കേന്ദ്രീകൃതമല്ല, ഇത് വിപുലമായ ഒരു നെറ്റ്വർക്കാണ്. ഇതിൽ തന്നെ ചില ഇടപാടുകൾ ഇവരറിയാതെ ഇയാൾ നടത്തി എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പോലീസ് പല ഘട്ടങ്ങളിലും പറയുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, ഈ പറഞ്ഞ വിവരങ്ങളിൽ ചിലതിനൊക്കെ സ്ഥിരീകരണമുണ്ടെങ്കിലും മറ്റു ചില കാര്യങ്ങൾക്ക് സ്ഥിരീകരണമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എഡിസൺ എന്ന് പറയുന്നയാൾ നടത്തിയ ലഹരി കച്ചവടത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഈ കേസിൽ അറസ്റ്റിലായ മറ്റ് 4 പേർക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് ഉടമകളായ ഡിയോൾ, ഭാര്യ അഞ്ജു എന്നിവരുടെ അഡ്രസ്സ് മറയാക്കിക്കൊണ്ട് എഡിസൺ ലഹരി കച്ചവടം നടത്തിയെന്ന വിവരം അന്വേഷണ ഘട്ടത്തിലുമാണ്. ഏതായാലും ഈ കേസിൽ 4 പ്രതികളും നേരത്തെ മുതൽ തന്നെ ലഹരി കച്ചവടം നടത്തുന്നവരാണ്. അതിൽ എഡിസണ് ഈ കേസിൽ എത്രത്തോളം പങ്കുണ്ടായിരുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് 2 വർഷത്തിനിടയ്ക്ക് 10 കോടി രൂപയിലേറെ ലഹരി കച്ചവടം നടത്താൻ ഇയാളെ സഹായിച്ചത്. അപ്പോൾ എത്ര അളവിൽ ഇയാൾ ഇതുവരെ ലഹരി കച്ചവടം നടത്തി എന്നുള്ളതിൻ്റെ വിവരമാണ് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉൾപ്പെടെ ഡാറ്റ പരിശോധനയിൽ നിന്ന് NCBക്ക് കണ്ടെത്താനുമുള്ളത്. അതിൽ തന്നെയാണ് ഈ 10 കോടി രൂപയിൽ ഉപയോഗപ്പെടുത്തിയാണോ ഈ നാട്ടിൽ ചില സ്വത്തുക്കൾ വാങ്ങുകയും ചില കെട്ടിടങ്ങളുടെ നിർമ്മാണം നടത്തുകയും ഒക്കെ ചെയ്തത് എന്ന വിവരവും NCB അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിർണായകമായ ഒരു കേസിൻ്റെ ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിങ്കളാഴ്ച 4 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി NCB തീരുമാനിച്ചിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.